നമ്പി രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി, ബാലചന്ദ്രമേനോൻ, ഷറഫുദ്ദീൻ തുടങ്ങി പ്രമുഖ നടീനടന്മാർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ആൻഡ് ട്രെയിലർ ലോഞ്ചിനായി ഇവിടെ എത്തിച്ചേർന്ന ഇവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ബാലചന്ദ്രമേനോൻ എന്ന ബഹുമുഖ പ്രതിഭയെ ഒരു 2-2.5 മിനിറ്റ് AVയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ജനപ്രിയ സിനിമയുടെ സമവാക്യങ്ങൾ നിർണയിച്ചിരുന്ന ആളായിരുന്നു ശ്രീ ബാലചന്ദ്രമേനോൻ. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേമഗീതങ്ങൾ, താരാട്ട്, കേൾക്കാത്ത ശബ്ദം, മണിയൻപിള്ള അഥവാ മണിയൻപിള്ള, ചിരിയോ ചിരി തുടങ്ങിയ സിനിമകൾ ആവേശപൂർവ്വം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത കാലമായിരുന്നു. 1, 2 അല്ല, 3, 4, 5 തവണ. കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിലെ ഇന്ന് ഞാൻ രാവിലെ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു ഗാനരംഗമുണ്ട്. ലാൽ സാറും അംബിക മേഡവും ഒരു വലിയ ഷട്ടിൽ കോക്കിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം ചാടുന്നുണ്ട്. വളരെ ഉയരമുള്ള ഒരു ഷട്ടിൽ കോക്കിൻ്റെ മുകളിൽ നിന്ന്. ബാലേന്ദ്രമേനോൻ സാറിനെ കണ്ട് സിനിമയോട് സ്നേഹം തോന്നിയ തലമുറയിൽപ്പെടുന്ന ആളാണ് ഞാൻ. സാറുമായിട്ട് ഏറെക്കാലത്തെ സൗഹൃദമുണ്ട്. ഈ സിനിമയിൽ അതിപ്രധാനമായ, ഒരുപക്ഷെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന KN വർഗീസ് എന്ന കേരള മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നത് ബാലചന്ദ്രമേനോൻ സാറാണ്. സാറിനോടൊപ്പം ചെലവിട്ട 50 ദിവസങ്ങൾ എനിക്ക് മാത്രമല്ല, കൂടെ അഭിനയിച്ചവർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക് എല്ലാം മറക്കാനാവാത്ത ദിനങ്ങളായിരുന്നു. ദൗർഭാഗ്യവശാൽ സാറിന് നമ്മളോടൊപ്പം ഉണ്ടാവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി അല്പം മോശമാണ്. പക്ഷെ അദ്ദേഹം റിക്കവർ ചെയ്ത് വരികയാണ്. ഞാൻ അദ്ദേഹമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീഗോകുലം മൂവീസും ആൻഡ് ഇലുമിനേഷനും ചേർന്ന് അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട ലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഗോപാലേട്ടൻ, നിവിൻ പോളി, ഷറഫുദ്ദീൻ, രാജേഷേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, CB സാർ എല്ലാവരും ഒന്ന് വന്നാൽ. മണിയൻപിള്ള രാജു എന്ന പേര് കിട്ടിയത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ സാറിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് രാജേഷേട്ടനാണ്. രാജേഷേട്ടൻ അത് ഏറ്റുവാങ്ങും. ഇത് ഭയങ്കര വെയിറ്റുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് മണിയൻപിള്ള രാജേട്ടൻ ദയവായി വേദിയിൽ തുടർന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റതിഥികൾക്ക് സദസ്സിലേക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച്. ബാലേന്ദ്രമേനോൻ സാറിന് വേണ്ടി ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങി ഉണ്ണിയേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പേര് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതായി കേട്ടു. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കണം. ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ മാതിരി ഞാൻ സിനിമയിൽ വന്നിട്ട് 51 വർഷമായി. 75 തൊട്ട് ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും ഇന്നെ മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയിൽ ആ കഥാപാത്രത്തിലെ മേനോൻ അവതരിപ്പിച്ചവരുടെയാണ് ഞാനെന്ന് ആളിനെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണക്കാരൻ പറഞ്ഞത്. ഇടയ്ക്ക്
കുറേ നാൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലില്ലായിരുന്നു. ആദ്യത്തെ 8-9-10 പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച പടം ഈ പടമാണ്. ഈ പടം എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഈ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പം പറയത്തേ ഉള്ളൂ, അത് ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം, ഞാനും ഈ പറഞ്ഞ 10-40 ദിവസം അഭിനയിച്ചൊരു നല്ല ഇമ്പോർട്ടൻ്റ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, അപ്പോൾ മേനെ കുറിച്ച് ഇന്ന് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്, ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പകരം വാങ്ങിച്ചു. ഷീൽഡ് എടുത്ത് പൊക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനേക്കാൾ വെയിറ്റ്, അത്ര അതിഗംഭീരമായൊരു സംഭവമാണ് ഇവിടെ തന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊക്കാത്തത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പടത്തിൽ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ CP ഉണ്ണികൃഷ്ണൻ എല്ലാ പടങ്ങളും കാണുന്ന ആളാണ്. എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. ഞാൻ തുടരും സിനിമ കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു സർജറി ഒക്കെ കഴിഞ്ഞ് എൻ്റെ 16 കിലോ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊരു വിളി വരും, ചേട്ടൻ ഞാൻ ഇത് ഉണ്ണികൃഷ്ണൻ, എൻ്റെ ഒരു പടം അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, നല്ലൊരു വേഷമാണ്, ഒരുപാട് ദിവസം വേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ ഹരവമോഹൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ പടത്തിൽ വന്നത്. പറഞ്ഞതുപോലെ തന്നെ അതൊരു ഉഗ്രവേഷമാണ്, ത്രൂ ഔട്ടുണ്ട്. വളരെ എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തത്. ഞാൻ പടം കഴിഞ്ഞ് പോകാൻ നേരത്തെ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല പടമായിരിക്കും. ഷേക്ക് ഹാൻഡ് കൊടുത്തു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കല്ലേ, ഈ നമ്മൾ ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് അഭിനയിക്കുമ്പം അവരുടെ രീതികളും സ്റ്റൈലും ഒക്കെ നമ്മളിലേക്ക് അങ്ങ് അറിയാതെ കയറും. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ജീവിതത്തിലും ശ്രീ മോഹൻലാലും പറഞ്ഞിട്ടുണ്ട്, പത്മരാജൻ ചേട്ടനിലൂടെയൊക്കെ നമ്മൾ ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതിയിലും കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു അംശം എങ്ങനെയോ കലർന്നു കിട്ടും. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ പറയുമായിരുന്നു, സെറ്റിൽ വെച്ചിട്ട് ഈ മനുഷ്യൻ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറയും. ആദ്യമായിട്ട് പുള്ളി ആദ്യം ഇങ്ങനെ നടന്നു വന്നിട്ട് ക്യാമറാമാൻ്റെ പറയും, ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ റോഡിലിട്ട് ഇങ്ങനെ വരണം, എന്നിട്ട് ഇവിടുന്ന് 2 പേര് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് റെഡിയാണ്. ഓക്കെ അല്ലേ? ക്യാമറ ഓക്കെ വരാത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും, രാജേട്ടൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് വരുന്നു, എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഡയലോഗ് കൊടുത്ത് ഇങ്ങനെ പോകുന്നു. ഞാൻ അതുപോലെ ചെയ്യാം. അസോസിയേറ്റ് ഡയറക്ടർ അയച്ചിട്ട് ഡയലോഗ് കേൾക്കട്ടെ. ഈ ഡയലോഗ് രാജിച്ചിട്ട് പറയണം, മറ്റേ ഡയലോഗ് നിവിൻ പോളി പറയും. നിങ്ങൾ 2 പേരും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കുറച്ച് കഴിഞ്ഞ് പ്രൊഡക്ഷൻ പോയി കയ്യിൽ ജ്യൂസ്, ഒരു ചായ. സാറേ ജ്യൂസ് വേണോ അത് ചായ വേണോ? ശരിക്കും പറഞ്ഞാൽ സെറ്റിലെല്ലാം ഇങ്ങനെയാണ് ഇവിടെ. അപ്പം ഞാൻ വീട്ടിൽ പറയാതെ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു പുള്ളിയുടെ ആക്ഷൻ. എന്തായാലും പടം ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എല്ലാ ഹിറ്റിനുള്ള ചേരുവകളും ഉണ്ട്. ഇവിടെ അധികം ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വേഷം തന്നതിൻ്റെ ഗോകുലും ഗോപാലൻ ചേട്ടനും ഉണ്ണികൃഷ്ണൻ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമാണ്. എല്ലാവരും എനിക്ക് എങ്ങനെ കഥയെന്ന് പറഞ്ഞെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു രൂപമുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് ഇനി രോഗിയായിട്ട് കിടത്താനാണോ എന്നൊരു വിചാരിച്ചു. പക്ഷേ ഉഗ്രൻ റോളാണ്. പടം കാണുന്നത് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. നമുക്ക് കാണാം. ഞാൻ കാണാം. ലൈറ്റ് ഏതാണ്? എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു സായനം തരുന്നു. ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം. വളരെ മനോഹരമായ ഒരു ട്രെയിലർ. എക്സലന്റ്. ഉണ്ണികൃഷ്ണൻ, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സിനിമയുടെ പേര് പ്രതിച്ഛായ. അങ്ങയുടെ പ്രതിച്ഛായക്ക് ഒരു മങ്ങലും ഇത് ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല, പിടിക്കണ്ട. അത്രയും മനോഹരമാണ്. കാരണം ഈ സിനിമയുടെ കുറിച്ച്
ഉണ്ണികൃഷ്ണൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച്. ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ 5 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെ. പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ മോശക്കാരെന്നല്ല അതിനർത്ഥം. ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ്. 2-3 ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഇമോഷൻസ്, അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ്. അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. പക്ഷെ ബാലചന്ദ്രൻ മേനോൻ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ തുടക്കകാലം കേൾക്കാത്ത ശബ്ദം, അതുപോലെ വേറെ സിനിമകൾ വീട്ടിലുണ്ട്. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാനം ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഈ സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ ഫിലിമാണ്. ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു. കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ ഏറ്റവും വളരെ ഒരു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിച്ഛായ അമേസിംഗ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത്. ഉണ്ണിച്ചേട്ടനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു സിനിമയാണെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്ത ആ റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകന് കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛൻ്റെയും ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപാലൻ സാർ, ഒരുപാട് സന്തോഷം. കൊച്ചുണ്ണി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു. ഇന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്ത സമയത്ത് ഞാൻ
ഓരോ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിന്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിനാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടന്റെ. ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോ നേരത്തെ ഷറഫ് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പഠനം ചെയ്യുന്നത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനും ആയിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പടത്തില്. അപ്പോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടന്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കേട്ടത് പടം കാണും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. മോഹൻചേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിലൊരു വേഷം ചെയ്യണം. വളരെ സന്തോഷം തോന്നി. ഞാൻ ഉണ്ണിയേട്ടനൊരു ചെല്ലാൻ പറഞ്ഞു, കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ അശ്വൻ ചെയ്യും? ആ ഒരു മറുപടിയാണ് ആ വേഷം എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നാൽ. ഓരോ ദിവസവും സീൻ എടുക്കുമ്പോൾ ഉണ്ണിയേട്ടനോട് മാത്രമല്ല, കൂടെ അസോസിയേറ്റും അസിസ്റ്റൻസും മറ്റു ഹെൽപ്പ് ചെയ്താലും എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും ഞാൻ വീട്ടിലേക്ക് ഓക്കെയാണ്, ഓക്കെ ഉണ്ണിയേട്ടനൊക്കെ എല്ലാവരും പറയും ഓക്കെയാണ്. അപ്പൊ എനിക്ക് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു, ഇത് ശരിയാവോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിയാല് നമ്മൾ ആ മോണിറ്ററിന്റെ മുമ്പ് നിന്ന് എഴുതിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് മൈക്ക് കൂടി പറയാതെ അടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും കൂടി ചെയ്തേക്കാം, ഒന്ന് ആക്കിയേക്കാം എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ അപ്പം തന്നെ ഞാൻ എങ്ങനെയാണോ ഞാൻ അവരെ ചേർത്ത് അത് മതി. അങ്ങനെ ഭയങ്കര ഭയങ്കര ത്രില്ലിലാണ് ഞാൻ ഈ വേഷം ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു വേഷമാണ്, പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും, ഇത് ചെറിയ വേഷം ചെയ്തവർക്ക് പോലും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു വേഷം എനിക്ക് കിട്ടിയതിൽ ഞാൻ സർവേശ്വരനോടും മാത്രമല്ല ഉണ്ണിയേട്ടനോടും ബാക്കി അതിൻ്റെ പിന്നിൽ ഗോവിന്ദൻ സാറിനോടും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പടം ഒരു വൻ വിജയമാക്കേണ്ടത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരുമാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി.